എന്നും രാത്രി കുളിക്കാറുണ്ട്. പനി വരും. ഇവിടെ ഭയങ്കര തണുപ്പാ. മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എന്താണ് വായിക്കാറ്? നോവൽ, കഥയും വായിക്കും. ആരുടെ? മുട്ടത്ത് വർക്കി, കാനം. അയ്യോ, അതൊക്കെ മലയാളമല്ലേ. ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ? ഷേക്സ്പിയറിന്റെ? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ, ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ് ലിയർ ആവും. എന്താ? താൻ എന്റെ വയറ്റ് തടിച്ചല്ലോ മിസ്റ്റർ പരമു. ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോ ജൂലിമോളുടെ വയറ്റത്ത് ഏതവനെ അടിക്കാൻ വരുന്നേ? ഞാൻ നല്ല നാലഞ്ച് മലയാളം കഥ പറഞ്ഞു കേൾപ്പിച്ചുതരാം. പരമോണ്ണ, പരമോണ്ണ, എഴുന്നേക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? അല്ല പരമോണ്ണ, എന്റെ കെട്ടിയവനും നിങ്ങളും തമ്മി എന്താ വ്യത്യാസം? ഓ, ഒരു പതിവ്രത. ആ നാറി നിന്നെ നക്കാപ്പിച്ച കാശിനല്ലേ ഇടിച്ചത്. ഇതൊന്നുമല്ലല്ലോ ഒരു നിലയിലെങ്കിലും എത്താവല്ലോ. അല്ല, സായിപ്പൊന്നും തന്നില്ലേ? അങ്ങനല്ലല്ലോ പതിവ്. കാണീരടി കൊച്ചേ, എനിക്ക് കമ്മീഷനൊന്നും തരണ്ട. കൊള്ളാം കൊള്ളാം. ഇതാണ് കിങ് ലിയർ. ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട്. ഇതാണ് മാക്ബത്ത്. ഇത് ഒഥല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഇല്ലേ, കാര്യമൊക്കെ കൊള്ളാം. ഇംഗ്ലീഷ് കഥകളെ കേൾക്കൂ എന്ന് വാശി പിടിക്കരുത്. മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട്. ചെമ്മീൻ, ഏണിപ്പടികൾ, ഇന്റുപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ. ഇതാ 2 ലക്ഷം രൂപയുണ്ട്. ഇത് ജോണിയുടെ വിഹിതം. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം. സാർ, ഇതെന്താണ് സാർ? എനിക്ക് ഇത്രയും വേണ്ട സാർ. ഇതെന്താണെന്ന്? ഇതാണ് പണം. ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അതിരിക്കട്ടെ, എന്താ ജോണിക്കൊരു മടി? മനസ്സാക്ഷിക്കുത്ത്. നോക്കൂ ജോണി, ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ്. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ?
ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. തനിക്ക് തന്നതിന്റെ 3 ഇരട്ടി എനിക്ക് കിട്ടി. ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുകൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല, പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ്. ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. എന്താ? ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം. എന്താണ് സാർ? ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു. അയാൾ വിഴിഞ്ഞതിന്റെ 100-1 പോലും നമ്മൾ കണ്ടെത്തിയില്ല. അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും. എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ് അയാൾ? വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കും. നോ താങ്ക്സ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്. വാറണ്ടോ? എന്താ കാര്യം? നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ബന്ധമില്ല സാർ. അവൻ ഉണ്ണിത്താനെ കോൺട്രാക്ട് ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു. മിസ്റ്റർ തോമസ്, നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഞാനും എന്റെ മകളും മാത്രം, പിന്നെ ജോലിക്കാരും. മകളെവിടെ? വിളിക്കൂ. ഡോളി, ഡോളി. എന്തേ ഡാഡി? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇനി നീങ്ങി നിൽക്കുമ്പോളെ. സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ റൂം സെർച്ച് ചെയ്തു. ഒരു കാര്യം ചെയ്യും, ഡ്രൈവറോട് ആ കൊച്ചിനയുടെ മകൻ ജോണിയെ ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ. വേഗം വേണം. താഴെ ഒന്നുമില്ല സർ. അതിനകത്തൂടെ നോക്കൂ. യെസ് സർ. മിസ്റ്റർ തോമസ്, ഈ റൂമിന്റെ താക്കോൽ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? താക്കോൽ എവിടെ? താക്കോല് തരുന്നോ അതോ ഞാൻ ചവിട്ടി തുറക്കണോ? ഇതെന്റെ മകന്റെ മുറിയാണ്. അവൻ അവധിക്ക് വന്ന് പോയതിൽ പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല. ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ പൊന്നു കുഞ്ഞെ എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ സാർ കാര്യം പറ. വരൂ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഓ അത് ശരി, ഞാനിപ്പോ ഉപദ്രവമായി. തോമസ് സാർ ആളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ താക്കോല് കൊടുത്തില്ലേലും അവര് തുറക്കും. ഇനി മുറിക്കകത്ത് കുഴപ്പമുള്ള സാധനങ്ങൾ വല്ലതും ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ. മര്യാദയ്ക്ക് ആ താക്കോലം കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്കാം. ആഹാ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ പോണു. നിൽക്കൂ, കീ തരാം. ഇതാ താക്കോല്. ആ, നിങ്ങൾ ജീപ്പ് എടുത്ത് പൊയ്ക്കോളൂ. ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം. യെസ് സർ. യെസ് സർ.
എന്താണ് ഈ പെട്ടിക്കുള്ളിൽ? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഉണ്ണിത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്നാ മോൻ പറഞ്ഞിരിക്കുന്നത്. ദയവ് ചെയ്ത് ഈ കേസ് എടുക്കരുത്. ഈ പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ. നമ്മൾ 3 പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ദയവ് ചെയ്ത് ഈ കേസ് എടുക്കരുത് പ്ലീസ്. ഞാൻ എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ചെയ്യാം. എന്നെ ഒന്ന് രക്ഷിക്കണം. ഈ റൂമിന്റെ ചാവി എന്റെ കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ പോയിട്ട് രാത്രി വരെ ആ കാറിന്റെ കീയും തരാമോ? ഇപ്പൊ കൊണ്ടുവരാം. തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ്. ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതവിടെ നിന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? ആ തോമസിന്റെ മകളുണ്ടല്ലോ, ഡോളി, താൻ അവളെ വിവാഹം കഴിക്കും. അടുത്ത ഞായറാഴ്ച തന്നെ. സാർ, സാറിനെ കളിയാക്കുകയാണ്. എന്താ, തനിക്ക് അവളെ പേടിയാണ്? ആ പെണ്ണ് വരെ സാധുവല്ലേ? അതല്ല സാർ, അവരൊക്കെ നിലയും വിലയുള്ളൂ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ, അല്ലെങ്കിൽ തന്നെ തോമസ് സാർ ഇത് ഒരിക്കലും സമ്മതിക്കില്ല. ഭയങ്കര. തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ? അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ.